പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം വീണ്ടും ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞ് നമുക്ക് കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ രോഗശാന്തിയെക്കുറിച്ചാണ് കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും രോഗശാന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ പ്രവർത്തികളിൽ കൂടെ, സുവിശേഷങ്ങളിൽ കൂടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കുന്ന രോഗശാന്തികൾ രണ്ടു വിധമുണ്ട്. ലോകപ്രകാരമുള്ള രോഗശാന്തിയുണ്ട്, രോഗത്തിനുള്ള ചികിത്സയുണ്ട്, രോഗത്തിൽ നിന്നുള്ളതായ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. അതൊക്കെയും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം. ആത്മീക പ്രമാണത്തിലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിലുള്ളതായ രോഗശാന്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ദൈവിക രോഗശാന്തി, രണ്ട് അത്ഭുത രോഗശാന്തി. എന്താണ് ഇത് തമ്മിലുള്ളതായ വ്യത്യാസമുണ്ട്. ദൈവിക രോഗശാന്തി എന്ന് പറഞ്ഞാൽ രോഗം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രോഗം ശീലിക്കുന്ന അവസ്ഥ. ഒരു രോഗം വന്നാൽ ഉടനെ പെട്ടെന്ന് ദൈവത്തിന് 2 ദിവസം കൊണ്ട് സൗഖ്യമായില്ലെങ്കിൽ എൻ്റെ ദൈവം ഈ രോഗം സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിവില്ല, ഇല്ലെങ്കിൽ ദൈവം എനിക്ക് സൗഖ്യം തരാത്തത് എന്തുകൊണ്ടെന്നുള്ളതെന്ന് ദൈവത്തോട് നീരസപ്പെട്ട് ദൈവത്തിൽ അവിശ്വസിക്കുന്നതായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ കുറഞ്ഞതായി കാണുന്ന അവസ്ഥയിലല്ല കർത്താവിനെ ഈ രോഗം വന്നിരുന്നാലും, അല്ലെങ്കിൽ ഈ രോഗം ശീലിച്ച് ജീവിച്ചിരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തരും എന്നുള്ളതായ ഒരു അമിതമായ യജ്ഞവിശ്വാസം. ഞാൻ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊരു യജ്ഞമാണ്. എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയില്ല. ലോകപ്രകാരവും അല്ലെങ്കിൽ ഈ രോഗം ശീലിക്കുന്ന അവസ്ഥ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ കൂടിയും രോഗം ശീലിക്കുന്ന ഒരനുഭവം. കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുൻപ്, യേശുവിൻ്റെ ജനനത്തിന് മുമ്പുള്ളതായ പ്രവചനത്തിൽ അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ രോഗം ശീലിക്കുന്നവനായിരിക്കും. അപ്പോൾ രോഗം ശീലിക്കുന്നവനാരോ അതാണ് ഒരു ദൈവിക രോഗശാന്തി. കർത്താവ് എനിക്ക് വിടുതൽ തരും, സൗഖ്യം തരും. ഇല്ല എങ്കിൽ ഈ രോഗത്തെ സഹിക്കുവാനുള്ളതായ കൃപ ദൈവം തരും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ രോഗിയാണെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയുള്ളതായ ഒരു ജീവിതം ചെയ്യുന്ന ഒരനുഭവം, അതിനാണ് ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത്. ദൈവം അവർക്ക് സകലത്തിനും മതിയായവൻ എന്നുള്ള ഒരു വിശ്വാസം, എത്ര ബലഹീനരാണെങ്കിലും അവരിൽ അല്പം പോലും കുറയാതെ അവരുടെ ജീവിതത്തിൽ ദിനം തോറും പ്രത്യാശയിൽ വർദ്ധിക്കുകയും വളരുകയും ചെയ്യുന്ന അനുഭവം, അവരെയാണ് ദൈവിക രോഗശാന്തിക്ക് അർഹരെന്ന് വിളിക്കുന്നത്. മൂന്നാമത് വേറൊരു ഗ്രൂപ്പുണ്ട്, അത്ഭുത രോഗശാന്തി. കർത്താവിൽ നിന്ന് പലപ്പോഴും അത്ഭുത രോഗശാന്തി പ്രാപിച്ച അനേക ദൈവമക്കൾ ലോകത്തിലുണ്ട്. ഇന്നും ദൈവം അത്ഭുത രോഗശാന്തിയെ പ്രവർത്തിക്കുന്നു. ആർക്കാണ് അത്ഭുത രോഗശാന്തി പ്രാപിക്കുവാൻ കഴിയുന്നത്? തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ അതിന് സാക്ഷിയായി, ഉദാഹരണമായി ഒരു വ്യക്തിയെ നമ്മുടെ മുൻപിൽ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24 മുതലുള്ളതായ വാക്യം വായിച്ചു നോക്കുമ്പോൾ 12 സംവത്സരമായി രക്തസ്രവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എടുത്ത് കാണിക്കുകയാണ്. പലപ്പോഴും ആ സ്ത്രീയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കർത്താവിൽ നിന്ന്, കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടതിൽ നിന്ന് അവൾക്ക് കിട്ടിയതായ അത്ഭുതകരമായ വിടുതലിനെ കുറിച്ച് നാം നന്നായി ഗ്രഹിച്ചിട്ടുള്ളവരാണ്, വായിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. നമുക്കറിയാം ആ സംഭവത്തെക്കുറിച്ച്. എന്നാൽ ഈ പ്രഭാതത്തിൽ എങ്ങനെയാണ് അവളിൽ അത്ഭുത രോഗശാന്തി ഉടലെടുത്തത്, എങ്ങനെയാണ് അത് പ്രാപിക്കുവാൻ അവളെ യോഗ്യരാക്കിയത്? 25-ഉം 26-ഉം വാക്യം വായിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, 12 സംവത്സരമായി അവൾക്ക് രക്തസ്രവമുണ്ട്. എന്നാൽ 26-ാം വാക്യത്തിൽ ഇങ്ങനെ തുടങ്ങിയാണ്, പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു. പല വൈദ്യന്മാരും അവളെ ഈ രോഗസൗഖ്യത്തിന് ചികിത്സിച്ച് നന്നായി അവൾ ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചു. അതെല്ലാം അവൾ സഹിച്ചു. അതിനുശേഷം എഴുതിയിരിക്കുന്നു, അവൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അവൾ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. അതിനുശേഷം എഴുതിയിരിക്കുന്നു, എന്നിട്ടും ഒരു കുറവും വന്നില്ല.
ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സ്റ്റിൽ ഇറ്റ് വാസ് ഇൻക്രീസിങ്. അത് വേഴ്സ് ആൻഡ് വേഴ്സിലേക്ക് നീങ്ങുകയാണ്. സൗഖ്യമില്ല. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ചെലവഴിച്ചു, അറിയാവുന്ന ബുദ്ധിയെല്ലാം പ്രയോഗിച്ചു, അറിയാവുന്നിടത്തെല്ലാം പോയി. പക്ഷെങ്കിൽ കുറവ് വന്നില്ല. ഇവൾ ചികിത്സ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചികിത്സയിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം അവൾക്ക് വന്നിരുന്നെങ്കിൽ അവൾക്ക് ആ വിശ്വാസത്തിൽ കൂടെ അത്ഭുത രോഗശാന്തിക്ക് അവൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം, അവളിൽ എന്തെങ്കിലും ഇനി ഒരു സമ്പത്ത് അവളിൽ ശേഷിക്കുന്നു, ഒരു കഴിവ്, ഇന്ന ആശുപത്രിയുടെ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കൂടെ ഒന്ന് നോക്കാം, ബുദ്ധിയുടെ പ്രമാണം അവളിൽ വീണ്ടും പ്രവർത്തിക്കത്തക്ക രീതിയിൽ അവളുടെ മുമ്പിൽ വേറൊരു വഴിയും അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളും ഒരു കഴിവും അവളുടെ മുൻപിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെയും അത്ഭുത രോഗശാന്തിക്ക് സ്ഥാനമില്ലാതെ വരും. എന്നാൽ അവളാകട്ടെ പല വൈദ്യന്മാരാൽ പലതേറിയൊന്ന് സഹിച്ചു, കുറവില്ല. അവളുടെ പണമെല്ലാം ചെലവഴിച്ചു, വൈദ്യത്തിന് വേണ്ടി ചെലവഴിച്ചു, കുറവില്ല. അതെല്ലാം സഹിച്ചിട്ടും ഒട്ടും കുറവ് വരാതെ ഇനിയും പണം ഒട്ടും ഒന്നുമില്ല, ഇനിയും സമക്ഷത്തിറങ്ങിയെങ്കിലേ പറ്റൂ, ഏതെങ്കിലും രീതിയിൽ പ്രാർത്ഥനയാലോ മറ്റോ ദൈവത്തിന്റെ സന്നിധിയിൽ പോയാലോ എങ്ങനെയോ സൗഖ്യം പ്രാപിച്ചേ പറ്റൂ എന്നുള്ളതായ ഒരു നിർബന്ധമായ ഒരു ആവശ്യകത അവളുടെ മുൻപിൽ വടന്നെത്തി. അങ്ങനെ ഇരിക്കെ അവൾ യേശുവിനെ കുറിച്ചൊരു സദ്വർത്തമാനം കേട്ടു. ആ സദ്വർത്തമാനം കേട്ടപ്പോൾ അവളിൽ അത്ഭുത രോഗശാന്തിയുടെ സന്ദേശവുമായിട്ടാണ് ആ ഒരു വാർത്ത അവളുടെ ചെവിയിൽ വന്നത്. അവൾക്ക് രോഗശാന്തി കിട്ടും, യേശുവിന്റെ അടുത്ത് ചെന്നാൽ അവനിൽ നിന്ന് രോഗശാന്തി പ്രാപിക്കുവാൻ കഴിയുമെന്ന് അവളിൽ ഒരു വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. ആ വിശ്വാസം വർദ്ധിച്ച് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പോലും വ്യാപരിക്കുന്ന അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച്, വിടുതലിന്റെ ആത്മാവിനെ കുറിച്ച് അവളിൽ വലിയൊരു ജ്ഞാനം വർദ്ധിക്കുകയുണ്ടായി. അവൾ അങ്ങനെ ആ തിരക്കിലും തിക്കിലും തിരക്കിലും ഓടി വന്ന് കർത്താവിന്റെ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടുടനെ യേശുവിൽ നിന്നൊരു സൗഖ്യം പുറപ്പെട്ടു. ഉടനെ ആ ക്ഷണത്തിൽ അവൾ സൗഖ്യമായെന്ന് അവളുടെ ശരീരത്തിൽ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നിടത്താണ് അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നത്. കർത്താവ് നിന്നെ സൗഖ്യമാക്കും എന്ന് പറയുന്ന വിശ്വാസത്തോടെ പോകുന്നതായ ജീവിതങ്ങളുണ്ട്. അതിന് ദൈവീക രോഗശാന്തി എന്ന് പറയും. അനേകർ പ്രാർത്ഥിച്ചു, നമ്മളെ വിട്ടു, കർത്താവ് എനിക്ക് സൗഖ്യം തരും. ആ വിശ്വാസം നിന്നെ സഹിക്കുവാൻ, ആ രോഗത്തെയും വേദനയെയും സഹിക്കുവാനുള്ളതായ ഒരു കൃപ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭ്യമാകുന്നു. മറുവശത്ത് നീ നിന്റെ ജ്ഞാനത്തിലും നിന്റെ ബുദ്ധിയിൽ കൂടെയും ഒക്കെ അതിനെ ചികിത്സിച്ചും നീ നിന്റെ ശരീരത്തെയും രോഗത്തെയും നീ സൗഖ്യപ്പെടുത്തുവാനും ദൈവം നിനക്ക് ജ്ഞാനവും വിവേകവും തരുന്നുണ്ട്. എന്നാൽ അതിനിങ്ങേപ്പുറത്ത് വൈദ്യങ്ങളെക്കാളും പണത്തെക്കാളും സ്വാധീനത്തെക്കാളും എല്ലാം അങ്ങേപ്പുറത്ത് ദൈവിക ശക്തിക്ക് വേണ്ടി മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിതത്തിന്റെ ഒരു ചര്യതയുണ്ട്. അവിടെയാണ് അത്ഭുത രോഗശാന്തി പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവം ഒട്ടനടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നുള്ളതായ ഒരു ചിന്ത നിങ്ങളിലുണ്ടോ? ഇത്രയും യോഗ്യത മാനദണ്ഡങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. പലരാലും നിങ്ങൾ സഹിച്ച് ഇനിയും ഒരു രക്ഷയില്ല, വർദ്ധിക്കുകയല്ലാതെ രോഗം മൂർച്ഛിക്കുകയല്ലാതെ അല്പം പോലും കുറഞ്ഞിട്ടില്ലെന്നുള്ളതായ ഒരു സമ്പൂർണമായ ഒരു വാസ്തവമായ ഒരു ചരിത്രം. അതിനുശേഷം നിന്റെ കയ്യിൽ നിന്റെ ജ്ഞാനം കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടും ഇനിയും അല്പം പോലും മുൻപോട്ട് പോയി ചികിത്സിക്കുവാൻ സാമ്പത്തികമായ ഒരു ബലവുമില്ല. നിന്നെ സഹായിക്കുവാൻ ഒരു വ്യക്തികളും ഇനി മുന്നോട്ട് വരികയില്ല, അപമാനിക്കത്തേ ഉള്ളൂ എന്നുള്ളതായ ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നാളും ചെയ്തിട്ടൊന്നും നിനക്ക് രോഗം അല്പം പോലും ഒരു നെല്ലട പോലും കുറഞ്ഞില്ല, അത് കൂടുക മാത്രമേ ഉള്ളൂ. മനുഷ്യരുടെ കഴിവുകളെല്ലാം ഫെയിലായിരിക്കുന്ന ആ സ്ഥാനം, ഡോക്ടർമാരുടെയും മരുന്നിന്റെയും മന്ത്രത്തിന്റെയും ബുദ്ധിയുടെയും സ്വാധീനത തോറ്റുപോകുന്ന സ്ഥാനം, അത് നീ ഉൾക്കൊള്ളുന്ന സ്ഥാനം. ഇനിയും നിന്റെ ബുദ്ധിയിൽ കൂടെ വേറൊരുത്തരൂടെ ഒന്ന് പരിശ്രമിക്കുവാൻ നിന്റെ മുൻപിൽ ഒന്നുമില്ലാത്ത സ്ഥാനം. അവിടെ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. വിശ്വാസം അവിടെ അത്ഭുതമായ പ്രവൃത്തികളെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കഴിവുകളും ജ്ഞാനങ്ങളും അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, നമ്മുടെ സമ്പത്ത് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത രോഗശാന്തി നമ്മളിൽ പ്രാവർത്തികമാകുകയില്ല.
2, നമുക്ക് അതേസമയം ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത് നാമും ദൈവവുമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ഞാൻ മരിച്ചാലും ജീവിച്ചാലും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കും എന്നുള്ളതായ ഒരു അവസ്ഥ. അവിടെ ദൈവം നിനക്ക് കൃപ തരും. എന്നാൽ സെയിം ടൈമിൽ നിന്റെ ശരീരത്തെയും നിന്റെ രോഗാവസ്ഥയും ശുശ്രൂഷിക്കുവാനുള്ളതായ ഒരു ജ്ഞാനവും ദൈവം നിനക്ക് തരും. അതിനേത് വഴിയും നിനക്ക് ദൈവം തന്നിരിക്കുന്ന അവസ്ഥയിൽ അതൊക്കെ ദൈവം അത്ഭുതകരമായ വഴികൾ തുറന്നു തന്ന് നിന്നെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ മറ്റാരിലും ആശ്രയമില്ലാതെ പല വഴികളും നോക്കി അനേക സമ്പത്ത് നിനക്കുണ്ടായിരുന്നതെല്ലാം ചെലവഴിച്ചു, ഇനിയും ബാക്കിയൊന്നുമില്ല. ഈ ചെലവഴിച്ചതും ചെയ്തതിലും ഒന്നും നിനക്ക് സൗഖ്യമൊന്നും കിട്ടിയില്ല. മനുഷ്യരെ കൊണ്ട് അസാധ്യമായി വന്ന സാഹചര്യങ്ങളിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ അവന്റെ വസ്ത്രത്തിലെങ്കിലും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ മതി എന്നുള്ളതായ ഒരു വിശ്വാസം ഈ സന്ദേശത്തോടുകൂടെ നിന്റെ ജീവിതത്തിൽ അതൊരു പ്രാവർത്തികമായ ഒരു അഭിഷേകമായി നിന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് അത്ഭുത രോഗശാന്തി നടക്കുക. അവിടെയാണ് രോഗത്തിൽ നിന്നുള്ളതായ വാസ്തവമായ നിമിഷ നേരത്തിനകം വിടുതൽ നടക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ സാധ്യമാകും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ സൗഖ്യമുള്ളവളായി ഈ കാലങ്ങളിൽ തീർക്കുമാറാകട്ടെ. അത്ഭുതമായി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് രോഗത്തിൽ നിന്നുള്ള വിടുതൽ, മറ്റുള്ളവരിൽ നിന്നെല്ലാം ആശ്രയിച്ച് നീ തകർന്നു പോകുന്ന ഒരവസ്ഥയെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള ഒരു കേൾവി, ഒരു രോഗത്തിന്റെ വിടുതലിന്റെ സന്ദേശവുമായി നിന്റെ ചെവികളിൽ എത്തുന്നുണ്ടെങ്കിൽ അവിടെ നിനക്ക് സൗഖ്യമുണ്ടാകും, അവിടെ നിനക്ക് വിടുതലുണ്ട്, അവിടെ നിനക്ക് പരിപൂർണമായ ഒരു വിടുതലിനെ നിന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഗോഡ് ബ്ലെസ് യു.